നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡ്രില്ല് കൊണ്ട് എങ്ങനെ ഒരു വാട്ടർ പമ്പ് ഉണ്ടാക്കാമെന്നാണ്. നമ്മുടെ എൻക്യാബിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ 3 ഇഞ്ച് പൈപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഹോള് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഹോളുണ്ട്. റെഡ്യൂസറിൻ്റെ ഈ ഭാഗത്ത് 2 സെൻറ്റിമീറ്റർ അകലത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പല്ലർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ബൈക്കിൻ്റെ ഇതുപോലത്തെ ഒരു നട്ടും ബോൾട്ടും എടുത്തിട്ടുണ്ട്. ബൈക്കിന് ഉപയോഗിക്കുന്ന നട്ടും ബോൾട്ടുമാണിത്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഇമ്പല്ലർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബോൾട്ടിൻ്റെ ഈ ഭാഗത്തുള്ള ഈ തടിച്ച സ്ഥലം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമുക്ക് ഈ ഭാഗം ഡ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. അപ്പോൾ ഈ കട്ടിങ് ഇവിടെ ഒഴിവാക്കണം. ഇപ്പോൾ ഇതിലേക്ക് കയറ്റി വെച്ചാൽ നല്ല ഫിറ്റായി നിൽക്കും. ഇനി നമുക്കിവിടെ ഇമ്പല്ലർ ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഇതുപോലെ ആദ്യം ഒരു നട്ടിടുക. അതിന് ശേഷം ഇമ്പല്ലർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ശേഷം അതുപോലത്തെ ഒരു നട്ടും കൂടി ഇടുക. ആദ്യം ഈ ഡ്രില്ല് നമുക്കിവിടെ നിന്ന് ഉറപ്പിക്കണം. അതിന് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഒരു ഫ്ലൈവുഡിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ആദ്യം ഹൈറ്റ് കറക്റ്റ് ആകാൻ വേണ്ടി ഒരു ഫ്ലൈവുഡ് നമ്മളിവിടെ വെച്ചു. ഈ ഡ്രില്ല് ഇതിൻ്റെ മുകളിൽ വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആവാൻ വേണ്ടി ഇവിടെ ഒരു പീസ് വെച്ചു. ഇനി ഈ പീസ് ഒന്ന് ഇവിടെ ഉറപ്പിക്കണം. ഇനി നമുക്ക് ഡ്രില്ല് ഇതിൻ്റെ മുകളിൽ ഉറപ്പിക്കണം. അതിന് ഇതുപോലത്തെ ഒരു ക്ലാമ്പ് ആണി അടിച്ച് ഉറപ്പിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ വോൾട്ട് ഈ ഡ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. ശേഷം നമുക്ക് എൻക്യാബ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. വെള്ളം ഇപ്പുറത്തേക്ക് ലീക്കാവാതിരിക്കാൻ വേണ്ടി ഒരു വാഷർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതിന് ഞാനിവിടെ സൈക്കിൾ ട്യൂബിൻ്റെ ചെറിയൊരു പീസാണ് എടുക്കുന്നത്. ഇതിന് ഈ വട്ടത്തിലുള്ള ചെറിയൊരു ഹോൾ ഇടുക. അത് ഇതിൻ്റെ മുകളിൽ വെച്ച് ചെറിയ രീതിയിലൊന്ന് മേടി കൊടുത്താൽ മതി. ഇനി ഈ ട്യൂബ് ഈ എൻക്യാബിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഈ വാഷർ ഇതിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. സ്ഥിരമായി യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല പശ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ വാഷർ ഇവിടെ നിന്ന് വിട്ടുപോകും. ഇപ്പോൾ ഈ വാഷർ നല്ലതുപോലെ ഒട്ടി നിൽക്കുന്നുണ്ട്. ഇനി ഈ വോൾട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുക. ശേഷം ആദ്യം ഒരു നട്ടിടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇമ്പല്ലർ കയറ്റി വെക്കുക. ശേഷം ഒരു നട്ടും കൂടി ഇടുക. ഇനി ഇവിടെ പ്ലെയർ കൊണ്ട് ടൈറ്റാക്കുക. ശേഷം ഇത് ഡ്രില്ലിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെക്കുക. ഇവിടെ ഹൈറ്റ് കറക്റ്റ് ആവാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു പീസ് റബ്ബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കുക. ഈ ഡ്രില്ലൊന്ന് ടൈറ്റാക്കി കൊടുക്കാം.
3 ഇഞ്ചിൻ്റെ ക്ലാമ്പ് എടുത്ത് ടൈറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇമ്പല്ലർ സൈഡിലൊന്നും തട്ടാൻ പാടില്ല. ആ രീതിയിൽ ഇത് കറക്റ്റ് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച റെഡ്യൂസർ ഇതിൻ്റെ അറ്റത്ത് കണക്റ്റ് ചെയ്യുക. 2:1 പുഷ് ഇതിൻ്റെ അറ്റത്ത് കണക്റ്റ് ചെയ്യുക. അതിൻ്റെ അറ്റത്ത് 1 ഇഞ്ച് PVC പൈപ്പ് കണക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലേക്കും 1 ഇഞ്ചിൻ്റെ ചെറിയൊരു കഷ്ണം PVC പൈപ്പ് കണക്റ്റ് ചെയ്യുക. ഇത് നന്നായി ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ 1 ഇഞ്ചിൻ്റെ ബെൻഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ PVC പൈപ്പ് ഒന്നും ഒട്ടിച്ച് കൊടുത്തിട്ടില്ല. തൽക്കാലം ഉപയോഗിക്കേണ്ടത് കൊണ്ട് ഇതൊന്നും നന്നായി ഒട്ടിച്ചിട്ടില്ല. ഇനി നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ അറാൾഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിക്കുകയാണെങ്കിൽ ഈ PVC പൈപ്പും ഈ കമ്പികളൊക്കെ നന്നായി ഒട്ടിക്കിട്ടും. നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ മാത്രം ഉണ്ടാക്കിയത് കൊണ്ട് ഇതൊന്നും ഉപയോഗിച്ച് നല്ലവണ്ണം ഒട്ടിച്ചിട്ടില്ല. ഇവിടെ ഒന്നും നമ്മൾ പശട്ട് ഒട്ടിച്ചിട്ടില്ല. ഇത് എന്താവും നമുക്കൊരു പ്രതീക്ഷയില്ല. നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ചിലപ്പോൾ ഇവിടെ ഒന്നും ഒട്ടിക്കാത്തത് കൊണ്ട് ചില ലീക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലവണ്ണം പശ ഉപയോഗിച്ച് ഒട്ടിച്ച് എയറൊന്നും കടക്കാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഫൂട്ട് വാൾവ് ഫിറ്റ് ചെയ്യണം. അതിന് നമ്മളിതാ 1.25 പൈപ്പ് എടുത്തു. അതിൻ്റെ അറ്റത്തൊരു ഫൂട്ട് വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. നമ്മുടെ കിണർ ഇവിടെ റെഡിയാണ്. കിണറിൽ നിറയെ വെള്ളമുണ്ട്. ഇനി ഫൂട്ട് വാൾവ് ഇതിലേക്ക് ഇറക്കി വെക്കുക. അതിനുശേഷം ഈ 1 ഇഞ്ചിൻ്റെ അറ്റത്തേക്ക് ഈ ഓസ് കടത്തി വെക്കുക. ഗായ്സ്, അങ്ങനെ നമ്മുടെ വാട്ടർ പമ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫൂട്ട് വാൾവിലേക്ക് നമുക്ക് വെള്ളം നിറക്കണം. ഫൂട്ട് വാൾവ് ഊരി ഇതുപോലെ ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കുക. ഫൂട്ട് വാൾവ് മടങ്ങി കിടക്കുന്നതൊക്കെ നിവർത്തിയിട്ട് ഫുള്ളാക്കണം, അല്ലെങ്കിൽ എയർ അവിടെ തന്നെ തങ്ങി നിൽക്കും. ഈ ഭാഗത്തും വെള്ളം നിറഞ്ഞിരിക്കണം. ഗൈസ്, ഇനി നമുക്കൊന്ന് ഇത് ഓണാക്കി നോക്കാം. ചെറിയ ലീക്കുകളൊക്കെ ഉണ്ട്. എന്നാൽ രണ്ടാമത് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ചെറിയൊരു ലീക്ക് ഉണ്ട്. ഡ്രില്ലിൻ്റെ മുകളിലേക്ക് വെള്ളം ആവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കവർ വെക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അടിപൊളിയായി വർക്ക് ചെയ്യുന്ന നമ്മുടെ മോട്ടർ ഇവിടെ 1 സെൻറ്റിമീറ്ററാണ് ഈ ഹോളുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇവിടെയും ഒരു റൗണ്ട് വരക്കുക. 2 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 3 ഇഞ്ചാണ്. ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് നമ്മളിപ്പോൾ വരച്ച ഈ റൗണ്ട് മുതൽ ഈ അറ്റം വരെയുള്ള ഓരോ പീസ് കട്ട് ചെയ്തെടുക്കണം. ഇവിടെയും ഒരു മാർക്ക് കിട്ടും, ഇവിടെയും ഒരു മാർക്ക് കിട്ടും.
ഇവിടെ 10 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ പ്ലേറ്റിൻ്റെ മുകളിൽ ഒട്ടിക്കണം. അതായത് നമ്മൾ ഈ വരച്ച ഈ റൗണ്ടിൻ്റെ ഈ അറ്റത്ത് നിന്നും ഈ അറ്റത്ത് വരെ കണക്കാക്കി വെച്ച് ഒട്ടിക്കുക. ഫ്ലസ് കേക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഒട്ടിക്കുന്നത്.